എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഈ പരിശീലന പാഠത്തിന്റെ രണ്ടാം ഭാഗം നമ്മൾ തുടരും. ഇവിടെ ഞങ്ങൾ ഒരു കുക്കിംഗ് റേഞ്ചിന്റെയും ഗേസറിന്റെയും സർവീസും അറ്റകുറ്റപ്പണികളും കവർ ചെയ്യുന്നതാണ്. നമുക്ക് ഒരു ഇലക്ട്രിക് സ്റ്റൗവിന്റെ പരിശോധനയും സർവീസും ആരംഭിക്കാം. ഇലക്ട്രിക് സ്റ്റൗവുകൾക്ക് പരന്ന സ്പൈറൽ കോയിൽ ഉണ്ട്. അത് കോയിലിലെ ഗ്ലോ ആയി കാണപ്പെടുന്ന വൈദ്യുത പ്രവാഹം ഉപയോഗിച്ച് ചൂടാക്കുന്നു. ഈ കോയിലുകളിൽ നിന്ന് ചൂട് നേരിട്ട് പാത്രങ്ങളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു. ഗ്ലാസ് സെറാമിക് ഷീറ്റിനടിയിൽ കോയിലുകൾ തുറന്നു കാട്ടപ്പെടുകയോ മറഞ്ഞിരിക്കുകയോ ചെയ്യുന്നു. സ്റ്റൗവിന് താഴെ ഒരു മൈക്രോവേവ് അവനും ഘടിപ്പിച്ചിട്ടുണ്ട്. കുക്കിംഗ് റേഞ്ചിന്റെ നെയിം പ്ലേറ്റ് വിശദാംശങ്ങൾ നിരീക്ഷിച്ച് വോൾട്ടേജ്, കറന്റ്, കപ്പാസിറ്റി, വാട്ടേജ് തുടങ്ങിയവ ഇൻസ്പെക്ഷൻ ഷീറ്റിൽ എഴുതുക. വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച് കുക്കിംഗ് റേഞ്ചിന്റെ ടെർമിനൽ ബോക്സ് തുറക്കുക. നിർമ്മാതാവ് നൽകിയ കണക്ഷൻ ഡയഗ്രം പഠിക്കുക അല്ലെങ്കിൽ കുക്കിംഗ് റേഞ്ചിന്റെ കണക്ഷനുകൾ കണ്ടെത്തുക. സെലക്ടർ സ്വിച്ച്, ഇൻഡിക്കേറ്റർ ലാമ്പ്, റേഞ്ച് ടൈമർ, തെർമോസ്റ്റാറ്റ് എന്നിവയുടെ സ്ക്രൂകൾ പരിശോധിച്ച് അവ മുറുക്കുക. മൾട്ടിമീറ്റർ ഒന്നൊന്നായി ബന്ധിപ്പിച്ച് ഓരോ ഉപരിതല താപീകരണ ഘടകങ്ങളും പരിശോധിക്കുക. മൾട്ടിമീറ്റർ കണ്ടിന്യൂറ്റി ടെസ്റ്റിംഗ് പൊസിഷനിൽ സജ്ജമാക്കുക. ഹീറ്റിംഗ് എലമെന്റിന്റെ ഒരു ടെർമിനൽ എൻഡിൽ ഒരു പ്രോബ് വയ്ക്കുകയും മൾട്ടിമീറ്ററിന്റെ മറ്റേ പ്രോബ് ഒരു ടെർമിനൽ എൻഡിൽ വയ്ക്കുകയും അതിന്റെ കണ്ടിന്യൂറ്റി പരിശോധിക്കുകയും ചെയ്യുക. കണ്ടിന്യൂറ്റി ശരിയാണെങ്കിൽ എലിമെന്റ് നല്ല നിലയിലാണ് എന്ന് നമുക്ക് പറയാം. ഒരു കണ്ടിന്യൂറ്റിയും ഇല്ലെങ്കിൽ കേടായതിന്റെ സ്ഥാനത്ത് നല്ലത് മാറ്റിസ്ഥാപിക്കുക. ഓരോ എലിമെന്റിന്റെയും ആകൃതിയുടെ ഒരു ദൃശ്യ പരിശോധന നടത്തുക. അടുത്തതായി ഓവൻ റാക്കിന്റെ പാനൽ തുറന്ന് ഓവൻ റാക്കുകളുടെ അവസ്ഥ പരിശോധിക്കുക. റാക്കുകൾ ശരിയായി സ്ഥാപിക്കുകയും കണക്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. കുക്കിംഗ് റേഞ്ചിന്റെ ബോഡിയിലേക്കുള്ള എല്ലാ ടെർമിനലുകളുടെയും ഇൻസുലേഷൻ വാല്യൂ അളക്കുക. ടെർമിനൽ ബ്ലോക്കിലും പവർ കോഡിലും കണ്ടിന്യൂറ്റി പരിശോധിക്കുക. ഓരോ ടെർമിനലും അതിന്റെ ബ്ലോക്കിലേക്കുള്ള കണക്ഷനും പരിശോധിക്കുക. സെലക്ടർ സ്വിച്ചിലെ തകരാറുകൾ പരിശോധിച്ച് കണ്ടിന്യൂറ്റി പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മാറ്റി സ്ഥാപിക്കുക. എല്ലാ ടെർമിനലുകൾക്കുമിടയിൽ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് അളക്കുക. ഓരോ റെസിസ്റ്റൻസും 1 മെഗാ ഓംസിന് മുകളിലാണോ എന്ന് പരിശോധിക്കുക. 1 മെഗാ ഓമിൽ കുറവായിരിക്കുമ്പോൾ ന്യൂനതയുള്ള ഘടകം മാറ്റിസ്ഥാപിക്കുക. ഓവൻ റാക്ക് പാനൽ തുറന്നു വെക്കുക. മറ്റു ഭാഗങ്ങൾ കൂട്ടിച്ചേർക്കുക. വൈദ്യുതി വിതരണവുമായി ബന്ധിപ്പിച്ച് അതിൻ്റെ പ്രവർത്തനം പരിശോധിക്കുക. കുക്കിംഗ് റേഞ്ചിൻ്റെ സർവീസും റിപ്പയറും എന്ന ഭാഗം ഇവിടെ പൂർത്തിയാകുന്നു. ഇനി നമുക്ക് ഗീസറിൻ്റെ പരിശോധനയും സർവീസിങ്ങും പഠിക്കാം. തണുത്ത വെള്ളത്തിനുള്ള ഇൻലെറ്റ് പൈപ്പും ചൂടുവെള്ളത്തിനായി ഔട്ട്ലെറ്റ് പൈപ്പും ഉള്ള വാട്ടർ ടാങ്ക് ഗീസറിലുണ്ട്. ഇതിന് ഒരു നിശ്ചിത മൂല്യത്തിനു മുകളിൽ വെള്ളം ചൂടാക്കപ്പെടില്ലെന്ന് ഉറപ്പാക്കുന്ന തെർമോസ്റ്റാറ്റ് നിയന്ത്രിക്കുന്ന ചൂടാക്കൽ ഘടകങ്ങൾ ഉണ്ട്. ടാങ്ക് ഒരു ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ കൊണ്ട് പൊതിഞ്ഞ് ഒരു ലോഹ കേസിനുള്ളിൽ അടച്ചിരിക്കുന്നു. വൈദ്യുതോർജ്ജത്തെ താപമാക്കി മാറ്റുന്നതാണ് ഗീസർ പ്രവർത്തിപ്പിക്കുന്ന തത്വം. ഗീസറിൻ്റെ നെയിം പ്ലേറ്റ് വിശദാംശങ്ങൾ നിരീക്ഷിച്ച് പട്ടികയിൽ രേഖപ്പെടുത്തുക. അതുപോലെ ഓപ്പറേറ്റിംഗ് സപ്ലൈ, ഓപ്പറേറ്റിംഗ് വോൾട്ടേജ്, കറന്റ്, വാട്ട്സ്, ശേഷി, മോഡൽ തുടങ്ങിയവയും രേഖപ്പെടുത്തുക. വൈദ്യുതി വിതരണം വിച്ഛേദിക്കുക. ഇൻസ്പെക്ഷൻ കവർ തുറക്കുക. ആദ്യം നമ്മൾ പവർ ടെർമിനലുകൾ തെർമോസ്റ്റാറ്റ്, ഹീറ്റിംഗ് എലമെന്റ്, പൈലറ്റ് ലാമ്പ് എന്നിവയുടെ നല്ല അവസ്ഥയ്ക്കും ശരിയായ കണക്ഷനുമായി ഒരു വിഷ്വൽ പരിശോധന നടത്തണം. ഇനി പവർ കോഡിന്റെ ഒരു വിഷ്വൽ പരിശോധന നടത്തുക.
ഒരു മൾട്ടിമീറ്റർ സഹായത്തോടെ പവർ കോട്ട് പിൻ ടെർമിനലിനും ഗീസറിന്റെ ടെർമിനലുകൾക്കുമിടയിൽ ഒരു കണ്ടിന്യൂറ്റി പരിശോധന നടത്തുക. എന്തെങ്കിലും തകരാർ കണ്ടെത്തിയാൽ കോഡ് മാറ്റി സ്ഥാപിക്കുക. അടുത്തതായി മൾട്ടിമീറ്റർ ഉപയോഗിച്ച് അതിന്റെ പ്രതിരോധം അളക്കുന്നതിലൂടെ ഹീറ്റിംഗ് എലമെന്റിന്റെ നല്ല അവസ്ഥ പരിശോധിക്കുക. മൾട്ടിമീറ്റർ റെസിഡൻസ് ക്രമീകരണത്തിലേക്ക് സജ്ജമാക്കി അതിന്റെ ലീഡുകൾ ചൂടാക്കൽ മൂലകത്തിന്റെ ടെർമിനലുകളിലേക്ക് ബന്ധിപ്പിക്കുക. മീറ്റർ റീഡിംഗ് 100 ഓമിനുള്ളിൽ പ്രതിരോധ മൂല്യങ്ങൾ റീഡ് ചെയ്യുകയാണെങ്കിൽ ഉപകരണത്തിന് തുടർച്ചയുണ്ട്. അത് ശരിയുമാണ്. മീറ്റർ മൂല്യങ്ങളൊന്നും റീഡ് ചെയ്യുന്നില്ലെങ്കിൽ ചൂടാക്കൽ ഘടകം തകരാറിലാണെന്നും അത് മാറ്റി സ്ഥാപിക്കണമെന്നും അനുമാനിക്കപ്പെടുന്നു. ലീഡുകൾ, ലെഡ്, എർത്ത് എന്നിവയ്ക്കിടയിൽ ഇൻസുലേഷൻ ടെസ്റ്റ് നടത്തി ഇൻസ്പെക്ഷൻ ഷീറ്റിൽ രേഖപ്പെടുത്തുക. ഹീറ്റിംഗ് എലമെന്റും ഗീസറിന്റെ ബോഡിയും തമ്മിലുള്ള ഇൻസുലേഷൻ പ്രതിരോധം അളക്കുക. ഇവ ഇൻസ്പെക്ഷൻ ഷീറ്റിൽ രേഖപ്പെടുത്തുക. ഇൻസുലേഷൻ പ്രതിരോധത്തിന്റെ ഏറ്റവും കുറഞ്ഞ മൂല്യം 1 മെഗാ ഓം ആയിരിക്കണം. അത് 1 മെഗാ ഓമിൽ കുറവാണെങ്കിൽ അത് ഇൻസുലേഷൻ പരാജയമാണെന്ന് അനുമാനിക്കപ്പെടുന്നു. പവർ എല്ലാ ആന്തരിക ഘടകങ്ങളിലേക്കും എത്തുന്നുണ്ടെന്ന് പരിശോധിച്ച് സ്ഥിരീകരിക്കുക. വൈദ്യുത വിതരണ വയറിംഗ് പരിശോധിക്കുക. വയറുകൾ അയഞ്ഞിട്ടില്ലെന്നും വയർ നട്ടുകൾ ആവശ്യത്തിന് ഇറുകിയതാണെന്നും ഉറപ്പാക്കുക. ഒരു മൾട്ടിമീറ്റർ ഉപയോഗിച്ച് ഏതെങ്കിലും ഷോർട്ട് സർക്യൂട്ട് ഉണ്ടോ എന്നും കണ്ടിന്യൂറ്റിയും പരിശോധിക്കുക. ഘടകങ്ങൾ വീണ്ടും കൂട്ടിച്ചേർക്കുക. പവർ കണക്ഷനുകളുടെ ഇൻസ്പെക്ഷൻ അല്ലെങ്കിൽ താഴെയുള്ള കവർ തുറന്നു വെച്ചുകൊണ്ട് ഗീസർ സപ്ലൈയിലേക്ക് ബന്ധിപ്പിച്ച് സ്വിച്ച് ഓൺ ചെയ്യുക. ഓർക്കുക, സംഭരണിയിൽ വെള്ളം നിറച്ചു മാത്രമേ ഗീസർ ഓണാക്കാവൂ. പവർ എല്ലാ ആന്തരിക ഘടകങ്ങളിലേക്കും എത്തുന്നുണ്ടെന്ന് പരിശോധിച്ച് സ്ഥിരീകരിക്കുക. ഗീസറിന്റെ പ്രവർത്തനം സ്ഥിരീകരിക്കുക. തെർമോസ്റ്റാറ്റിന്റെ പ്രവർത്തനത്തിലൂടെ ചൂടാക്കൽ പ്രക്രിയ വിച്ഛേദിക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുക. ചൂടാക്കൽ സമയം ഗീസറിന്റെ ശേഷിയും തെർമോസ്റ്റാറ്റ് ക്രമീകരണത്തെയും ആശ്രയിച്ചിരിക്കുന്നു എന്നത് നാം ഓർക്കണം. ഇപ്പോൾ സപ്ലൈ സ്വിച്ച് ഓഫ് ചെയ്യുക. പ്ലഗ് നീക്കം ചെയ്യുക. ടെർമിനലുകൾക്കും ഹീറ്ററിന്റെ ബോഡിക്കും ഇടയിലുള്ള ഇൻസുലേഷൻ റെസിസ്റ്റൻസ് മൂല്യം അളക്കുക. അത് ചൂടായിരിക്കുമ്പോൾ തെർമോസ്റ്റാറ്റ് മൂല്യം പട്ടികയിൽ രേഖപ്പെടുത്തുക. ഇൻസുലേഷൻ മൂല്യം 1 മെഗാ ഓമിൽ കുറവാണെങ്കിൽ തെർമോസ്റ്റാറ്റ് മാറ്റി സ്ഥാപിക്കുക. ഗീസറിന്റെ ശരിയായ പ്രവർത്തനം സ്ഥിരീകരിച്ച് കവർ വീണ്ടും ഇൻസ്റ്റാൾ ചെയ്യുക. ഇലക്ട്രിക് അയൺ ബോക്സ്, ഇലക്ട്രിക് കെറ്റിൽ, കുക്കിംഗ് റേഞ്ച്, ഗീസർ എന്നിവയുടെ സർവീസും റിപ്പയറും ഭാഗം 2 ഇവിടെ പൂർത്തിയാകുന്നു. ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ പരിശീലന പാഠത്തിൽ നമ്മൾ ചുവടെ പറയുന്ന കാര്യങ്ങൾ പഠിച്ചുവെന്നാണ്. ഇലക്ട്രിക് അയൺ ബോക്സിന്റെ സർവീസും റിപ്പയറും, ഇലക്ട്രിക് കെറ്റിലിന്റെ സർവീസും റിപ്പയറും, കുക്കിംഗ് റേഞ്ചിന്റെ സർവീസും റിപ്പയറും, ഗീസറിന്റെ സർവീസും റിപ്പയറും. എല്ലാവർക്കും നന്ദി. അടുത്ത പരിശീലന പാഠത്തിൽ വീണ്ടും കാണാം.